ജോർദാനിലെ യുഎസ് സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകൾ വിജയകരമായി തകർത്തതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ട്രംപ് ആക്രമണങ്ങൾ നിർത്തിവെച്ചതിനു ശേഷമുള്ള ഇറാന്റെ ആദ്യ തിരിച്ചടിയാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവെച്ചതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വീര്യത്തെ വെല്ലുവിളിച്ച് ജോർദാനിലെ യുഎസ് സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിന്നലാക്രമണം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തൊടുത്തുവിട്ട മിസൈലുകളെ യുഎസ് പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വീണ്ടും പരകോടിയിലെത്തിയിരിക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇറാന്റെ ഭാഗത്തുനിന്നും കനത്ത മിസൈൽ ആക്രമണം ഉണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേന അതീവ ജാഗ്രതയിലാണെന്നും സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി ആഴ്ചകളോളം നിലനിന്നിരുന്ന കടുത്ത പിരിമുറുക്കങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അപൂർവമായ ശാന്തതയ്ക്കാണ് ഈ അപ്രതീക്ഷിത ആക്രമണത്തോടെ തിരശ്ശീല വീണിരിക്കുന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇറാൻ ഗതാഗതം തടസ്സപ്പെടുത്തിയതോടെയാണ് മുൻപ് മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടത്. മേഖലയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിനെ തുടർന്ന് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി വൻ പോരാട്ടമാണ് നടക്കുന്നത്. തങ്ങളുടെ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെ മാത്രമേ കപ്പലുകൾ കടന്നു പോകാവൂ എന്നും ഇതിനായി പ്രത്യേക ഫീസ് ഈടാക്കുമെന്നും ഇറാൻ വാദിച്ചിരുന്നു. ഇതിനെ മറികടക്കാൻ അമേരിക്കൻ സൈനിക സംരക്ഷണയിൽ ഒമാൻ തീരത്തുകൂടിയുള്ള പാതയിലൂടെ കപ്പലുകൾ പോകുമ്പോഴാണ് ഇറാൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചത്. അതിനിടെ ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യകൾ തൊടുത്തുവിട്ട ഡ്രോണുകൾ സൗദി അറേബ്യ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വീഴ്ത്തുകയും ചെയ്തു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് മധ്യസ്ഥർ അവകാശപ്പെടുന്നതിനിടയിലാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. മുൻപ് നടന്ന ഏറ്റുമുട്ടലുകളിൽ തങ്ങളുടെ വിമാനത്താവളവും കടൽ നിരീക്ഷണ ടവറും തകർത്തതായും നിരവധി പാലങ്ങൾക്കും തുരങ്കങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതായും ടെഹ്റാൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ അറബ് രാജ്യങ്ങളിലെ യുഎസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി നൽകുകയായിരുന്നു. അതേസമയം അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹത്തിന്റെ മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളുമായും റോജർ ഗ്രഹാം എംപിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും വൈറ്റ് ഹൌസിലും വെച്ച് കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിൽ നടന്ന 1.5 മണിക്കൂർ നീണ്ട അടച്ചിട്ട മുറിയിലെ ചർച്ച വളരെ ഗുണകരമായിരുന്നുവെന്ന് പ്രസ് സെക്രട്ടറി അറിയിച്ചു. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മറ്റ് തീരുമാനങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുമെന്നും നെതന്യാഹു അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഇരു നേതാക്കളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ കുറവ് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ് അമേരിക്കയെന്നും പ്രസിഡന്റിന്റെ ഏത് ഉത്തരവും നടപ്പിലാക്കാൻ സജ്ജമാണെന്നും പെന്റഗൺ വക്താവ് തിരിച്ചടിച്ചു.